ഇടുക്കി വരാട്ടുമേട്ടിൽ നടൻ പ്രകാശ് രാജ് നടത്തിയ കയ്യേറ്റത്തിൽ നടപടി ഘടിപ്പിക്കാൻ റവന്യൂ വകുപ്പ് ആദ്യ നോട്ടീസ് അയച്ചിട്ടും നടൻ നേരിട്ട് ഹാജരാകാത്ത പശ്ചാത്തലത്തിൽ രണ്ടാമതും നോട്ടീസ് നൽകാനാണ് നീക്കം. പട്ടയഭൂമിയുടെ മറവിൽ 20 സെന്റിലധികം ഭൂമി കയ്യേറിയിട്ടുണ്ട് എന്നാണ് സംശയം. അടുത്ത ദിവസം തന്നെ ഭൂമി അളക്കാനുള്ള നടപടികൾ ആരംഭിക്കും. കൂടാതെ പട്ടയം നൽകിയതിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ എന്നും റവന്യൂ വകുപ്പ് പരിശോധിക്കും. വിവരങ്ങളുമായി സുബിൻ തോമസ് ഉണ്ട് ഇടുക്കിയിൽ നിന്ന്. സുബിൻ, ഗുഡ് മോർണിംഗ്. അതായത് ഇത്തരത്തിലൊരു കയ്യേറ്റം നടന്നിട്ടുണ്ട് എങ്കിൽ അതിന് കൃത്യമായ ഒരു സഹായം റവന്യൂ വകുപ്പിൽ നിന്ന് തന്നെ ലഭിച്ചിരിക്കണം, അല്ലാതെ ഒരു കയ്യേറ്റം സാധ്യമല്ല. എന്തായാലും എങ്ങനെയാണ് നടപടികൾ പുരോഗമിക്കുന്നത്? തീർച്ചയായും ഇത്തരത്തിലാണ് റവന്യൂ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകാതെ ഇത്തരത്തിലൊരു കയ്യേറ്റം നടത്താനോ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനോ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ എടുത്തു പറയേണ്ടത് ഈ പ്രകാശ് രാജിന് ഈ വരാട്ടുമേട്ടിൽ ഏകദേശം 1 ഏക്കർ 40 സെന്റിന് പട്ടയമുള്ള സ്ഥലമാണ്. ഈ പട്ടയഭൂമിയുടെ വശത്താണ്, അതായത് ഈ പട്ടയഭൂമിയോട് ചേർന്നുള്ള സർക്കാർ ഭൂമിയാണ് നിലവിൽ പ്രകാശ് രാജ് കയ്യേറിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് പ്രാഥമിക പരിശോധന നടത്തുകയും ഏകദേശം 20 സെന്റിലധികം സ്ഥലം പ്രകാശ് രാജ് കയ്യേറിയിട്ടുണ്ട് എന്ന് പ്രാഥമികമായി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ എത്രത്തോളം സ്ഥലമുണ്ട് എന്നുള്ളത് അളന്ന് തിട്ടപ്പെടുത്തേണ്ടതായുണ്ട്. അതിന് ഈ സ്ഥല ഉടമയായിട്ടുള്ള പ്രകാശ് രാജ് നേരിട്ടെത്തണം. പക്ഷേ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നിലവിൽ കഴിഞ്ഞ ദിവസം വരാട്ടുമേടിൽ ഏകദേശം 10 ഏക്കറോളം വരുന്ന സർക്കാർ ഭൂമി കയ്യേറിയതുമായി ബന്ധപ്പെട്ട് കയ്യേറ്റം ഒഴിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കയ്യേറ്റക്കാരൻ നോട്ടീസ് കൊടുത്ത അതേ കാലയളവിൽ തന്നെ ഏകദേശം 2 ആഴ്ച മുമ്പ് പ്രകാശ് രാജിനും നോട്ടീസ് അയച്ചിരുന്നു. നേരിട്ട് ഹാജരാകണം, ഹിയറിംഗിന് ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ ഈ നോട്ടീസ് കൈപ്പറ്റാൻ പ്രകാശ് രാജ് തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സമയം അദ്ദേഹം പല പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്, ഡൽഹിയിൽ ഉൾപ്പെടെയുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നു. പക്ഷേ ഇത്തരത്തിൽ ഈ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അവിടേക്ക് എത്താനുള്ള നോട്ടീസ് നൽകിയിട്ടും റവന്യൂ വകുപ്പ് നൽകിയിട്ടും അതിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു നിരുത്തരവാദിത്വപരമായ ഒരു സമീപനം പ്രകാശ് രാജിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഭൂമി അളക്കാൻ കഴിയാതെ റവന്യൂ വകുപ്പ് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നിലവിൽ വീണ്ടും ഒരു നോട്ടീസ് നൽകാനാണ് റവന്യൂ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. കർശന നിർദ്ദേശങ്ങൾ വച്ചുകൊണ്ടൊരു നോട്ടീസ് ഈ നാളെയോ മറ്റന്നാളോ ആയി പ്രകാശ് രാജിന് അയക്കും എന്നുള്ളതാണ് റവന്യൂ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിനുശേഷം ഹിയറിംഗ് ഉൾപ്പെടെ നടത്തിയതിനു ശേഷം ഈ സ്ഥലം ഈ കയ്യേറ്റ ഭൂമി ഏറ്റെടുക്കും എന്നുള്ളതാണ് റവന്യൂ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഈ കയ്യേറ്റം, അതായത് ഈ പട്ടയ ഭൂമിയിൽ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രകാശ് രാജ് നടത്തിയിട്ടുണ്ട്. ഒരു ചെറിയ ഒരു കെട്ടിടം അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കയ്യേറ്റ ഭൂമിയിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കയ്യേറ്റം ഉൾപ്പെടെ പൊളിക്കാനുള്ള നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ്. അതിൽ എടുത്തു പറയേണ്ടത്, ഇത്തരത്തിൽ ഈ റവന്യൂ വകുപ്പ് നിരന്തരമായി സമീപിച്ചിട്ടും അല്ലെങ്കിൽ നോട്ടീസ് അയച്ചിട്ടും ഒന്നും പ്രകാശ് രാജ് ഈ ഒരു വിഷയത്തിൽ ഇടപെടുകയോ ഈ സ്ഥലം അളന്ന് തിട്ടപ്പെടുന്നതിന് വേണ്ട നടപടികളിലേക്ക് കടക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ടും റവന്യൂ വകുപ്പിന് ചില സംശയങ്ങളുണ്ട്. അതായത് ഈ റവന്യൂ വകുപ്പ് പറയുന്നത് പ്രകാരം 185/1 പെടുന്ന സ്ഥലമാണ് പ്രകാശ് രാജിന് പട്ടയമുള്ളത്. നിലവിൽ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് 187/1 പെടുന്ന സ്ഥലമാണ് നിലവിൽ ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സ്ഥലങ്ങൾ തമ്മിൽ മാറ്റമുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥർ പറയുന്നത് പ്രാഥമികമായി ഇത് ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്, അവിടെ പല ആളുകൾക്കും അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വലിയ വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ പട്ടയം നൽകിയതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും പട്ടയവുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് നടക്കുന്നത്. എങ്ങനെയാണ് ഈ പ്രകാശ് രാജിനൊക്കെ ഒരു രേഖയും ഇല്ലാതെ 20 സെന്റ് ഭൂമിയൊക്കെ ഇടുക്കിയിൽ സ്വന്തമാക്കാൻ കഴിയുക എന്നതൊക്കെ നിർണായകമായ ചോദ്യം തന്നെയാണ്. ചുമ്മാ കയറാൻ സാധിക്കില്ലല്ലോ. കൃത്യമായ ഒരു സഹായം റവന്യൂ വകുപ്പിൽ നിന്ന് തന്നെയായിരിക്കും ലഭിച്ചിട്ടുണ്ടാവുക. എന്തായാലും അതിനൊക്കെ ഉത്തരം കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം റവന്യൂ വകുപ്പിന് തന്നെയാണ്. കൃത്യമായ നടപടികളിലേക്ക് കടക്കേണ്ട ഉത്തരവാദിത്തം അവർക്ക് തന്നെയാണ്.